ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗുവാഹത്തി, നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത സ്ഥാപനമായിട്ടുള്ള IIT ഗുവാഹത്തിയിലെ ബാച്ചിലർ ഓഫ് സയൻസ് ഹോണേഴ്സ് ഇൻ ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഡിഗ്രി പ്രോഗ്രാമിന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ടൈമാണിപ്പോൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടും ഈ ഒരു കോഴ്സിന് വേണ്ടി പഠിക്കാവുന്നതാണ്. ഓൾറെഡി അവിടെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ് www.iitg.ac.in എന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ഈ ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്ത് എവിടെ ഭാഗത്തുള്ള ആളുകളോ അതോ ലോകത്ത് എവിടെയുള്ള ആളുകളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ JEE ആവശ്യമില്ല, JEE എക്സാമിനേഷൻ എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാം ഏൺ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതുപോലെ എക്സ്പീരിയൻസ്ഡ് ക്യാമ്പസ് ലൈഫ് വിത്ത് ഓപ്ഷണൽ ഇമേർഷൻ പ്രോഗ്രാം എന്നാണ്. ക്യാമ്പസ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കിട്ടും. അതുപോലെ തന്നെ 8 വർഷത്തിനുള്ളിൽ ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ മതി. 4 വർഷത്തെ പ്രോഗ്രാമാണ്. അതിൽ തന്നെ ഫസ്റ്റ് ഇയർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഡിപ്ലോമ കിട്ടും. സെക്കൻഡ് ഇയർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഇറങ്ങുമ്പോൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമാണ്. സെക്കൻഡ് ഇയർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഡിപ്ലോമ കിട്ടും. തേർഡ് ഇയറിലാണെങ്കിൽ ഡിഗ്രി, ഫോർത്ത് ഇയർ കഴിയുമ്പോൾ ഹോണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം കിട്ടും. അത് ഈ പറയുന്ന 4 വർഷത്തെ പ്രോഗ്രാം തീർച്ചയായും 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, 8 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. ആൻഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത് ഈ ഏപ്രിൽ 14-ാം തീയതിയാണ്. ആപ്ലിക്കേഷൻ്റെ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 30-ാം തീയതി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള ഡേറ്റ് ഉണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സുവർണ്ണ അവസരമാണ്. അപ്പോൾ ഇനി ഞാൻ കടക്കാൻ പോകുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ്. എങ്ങനെയാണ് ഈ കോഴ്സ്, അതിനെങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്, ആ കാര്യങ്ങളിലേക്കൊക്കെയാണ്. അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഹൂ ഈസ് ദിസ് ഡിഗ്രി ഫോർ എന്നുള്ള കാര്യം, അതുപോലെ തന്നെ വൈ പർസ്യൂ ദിസ് ഡിഗ്രി. നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 4th ഇൻഡസ്ട്രി റെവല്യൂഷൻ്റെ കാലഘട്ടമല്ലേ, ഇൻഡസ്ട്രി 4.0 എന്നാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തൊക്കെ മാറ്റിയെടുത്തി കഴിഞ്ഞാൽ, അത് എല്ലാ കാലഘട്ടത്തിലും ഹെൽത്തൊക്കെ ഉണ്ടാവും, മാറ്റിയെടുത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളതാണ് ഈ പറയുന്ന ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള, ഡിജിറ്റലൈസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ജോബ്സ് എന്ന് പറയുന്നത്. അതൊരിക്കലും കുറയാൻ പോകുന്നില്ല, അതിനി കൂടാനേ പോകുന്നുള്ളൂ. അതിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയ റോളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ജോലികൾക്കും വലിയ റോളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുന്നത്. ഏകദേശം 1700ഓളം കുട്ടികൾ ഇപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 21 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. കാനഡയിൽ നിന്നും USA നിന്നും UK നിന്നും ജപ്പാനും സിംഗപ്പൂരിൽ നിന്നൊക്കെ, മലേഷ്യ, നിങ്ങൾ നോക്കുക പല രാജ്യങ്ങളിൽ മിക്കവാറും എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലെ കുട്ടികളും ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ഈ കോഴ്സിൻ്റെ എത്രത്തോളം ഈ കോഴ്സിന് വാല്യൂ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കോഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടി ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ഡേറ്റ അനലിസ്റ്റും അതുപോലെ നോക്കും നിങ്ങൾ. ഞാൻ ഓരോന്നും എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസാണ്. ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കോഴ്സ്, ഇതെല്ലാം വളരെ ഇന്നോവേറ്റീവായിട്ട് എന്നാൽ ഹൈലി സാലറീഡ് ആയിട്ടുള്ള പ്രൊഫഷൻസാണ്. ഈ ഹൈലി സാലറീഡ് ആയിട്ടുള്ള പ്രൊഫഷനിലേക്ക് കടക്കാൻ കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിക്കോട്ടെ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിക്കോട്ടെ, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിട്ട് ഇവിടെ നോക്കും. നിങ്ങൾ ഏകദേശം 10ഓളം ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് കാണിക്കുന്നത്. 10ഓളം പൊസിഷനുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ ഈ ഒരു ചാർട്ടിൽ പറയാൻ പോകുന്നത് ഈ കോഴ്സ് നിങ്ങൾ എടുക്കേണ്ട വിധത്തെക്കുറിച്ചാണ്. 2 രീതിയിൽ നിന്ന്, ഒന്ന് JEE എഴുതിയിട്ട് വരാം. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് JEE ഇല്ലാതെ ഡയറക്റ്റ് എൻട്രീനെ കുറിച്ചാണ് പറയുന്നത്. റെഗുലർ എൻട്രി എന്ന് പറയും. റെഗുലർ എൻട്രിക്കാണ് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. അങ്ങനെ സമർപ്പിച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഇറങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫ്രം ഗുവാഹത്തി എന്നുള്ള അഡ്വാൻസ് സർട്ടിഫിക്കറ്റാണ് കിട്ടാൻ പോകുന്നത്. എന്നാൽ സെക്കൻഡ് ഇയറിലാണ് നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫ്രം ഗുവാഹത്തി, ആ സർട്ടിഫിക്കറ്റ് IIT ഗുവാഹത്തിയിലെ സർട്ടിഫിക്കറ്റ്. തേർഡ് ഇയർ ആണെങ്കിൽ BSc ഡിഗ്രി ഇൻ ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫ്രം IIT ഗുവാഹത്തിയാണ് ലഭിക്കാൻ പോകുന്നത്. എന്നാൽ 4 വർഷം കൊണ്ട് നിങ്ങൾ മുഴുവനായിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ BSc ഹോണേഴ്സ് ഡിഗ്രി ഇൻ ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫ്രം IIT ഗുവാഹത്തിയാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏത് വർഷം വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിത്തം നിർത്താം. അതനുസരിച്ചുള്ള ഫീസ് അടച്ചാൽ മതി. മുഴുവൻ ഫീസും അടക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഇയറാണെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് മാത്രം അടക്കും. സെക്കൻഡ് ഇയർ സെക്കൻഡ് മാത്രം ഫീസ് അടച്ച് ഡിപ്ലോമ വാങ്ങിയിട്ട് പോകാം. തേർഡ് ഇയറിലാണ് മാത്രമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിഗ്രി വാങ്ങിയിട്ട് പോകാം. ഓൺലൈൻ ലൈവ് സെഷൻസ് ഉണ്ട്, ക്യാമ്പസ് വിസിറ്റുകളുണ്ട്. ഈവൻ നോക്കൂ, ഒരു റെഗുലർ പ്രോഗ്രാം ചെയ്യുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. പ്രോജക്റ്റുകളും കാര്യങ്ങളും, അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻറ്റേൺഷിപ്പുകൾ വരുന്നുണ്ട്. ഇൻറ്റേൺഷിപ്പ് മറ്റുള്ള ഓൺലൈൻ പ്രോഗ്രാമുകൾ ഇൻറ്റേൺഷിപ്പ് അല്ലാതെ വരാറില്ല. ഇതിനകത്തൊക്കെ ഇൻറ്റേൺഷിപ്പും വരുന്നുണ്ട്. അപ്പോൾ ഹൈലി പ്രൊഫഷണലായിട്ടുള്ള കോഴ്സ്, എന്നാൽ വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂളായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇതിനകത്തുണ്ട്. കരിക്കുലം കൊടുത്തിട്ടുണ്ട്, അതുപോലെ എഫക്റ്റീവ്നെസ് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് എലക്റ്റീവ്നെസ് ആണ്. എലക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എലക്ട് ചെയ്യാവുന്ന ചില സബ്ജക്റ്റുകളുണ്ട്.
അതിന് കോഴ്സസ് എന്ന് പറയാം. അത് എലക്ടീവ് കോഴ്സസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. കരിക്കുലിനകത്ത് പറയുന്നത് ഓരോ ഇയറിലും നിങ്ങൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, ആ സബ്ജക്റ്റിനെയാണ് നമ്മൾ കോഴ്സസ് എന്ന് ഇപ്പോൾ പറയുന്നത്. ആ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ അലുമിനിയ ബെനിഫിറ്റുകൾ കിട്ടുമെന്നുള്ള കാര്യം പറയുന്നു. കരിയർ സപ്പോർട്ട് നോക്കൂ, നിങ്ങൾ ഓരോ ഓൺലൈൻ പ്രോഗ്രാമിന് കൊടുക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കരിയർ സപ്പോർട്ട് എടുക്കുന്നു. എൻട്രി റിക്വയർമെൻറ്റ്സിൽ ഇവിടെ പറയുന്ന കാര്യം +2 ആണ് യോഗ്യത വരുന്നത്. +2 60% മാർക്കോട് കൂടി പാസ്സായ ആളാണോ. സയൻസ് വേണമെന്നോ കൊമേഴ്സ് വേണമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട്, +2 നിങ്ങൾ കമ്പൽസറി ആയി മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റാണ് നമ്മൾ കാണിച്ചത്. അതോ ഫീയുടെ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്, എത്രയാണ് ഫീസ് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ആപ്ലിക്കേഷൻ ഫീസ് 2000 രൂപയാണ്. അതുപോലെ മറ്റ് ഫീസുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് സീറ്റ് കൺഫേം ചെയ്യണമെങ്കിൽ അഡ്മിഷൻ ശേഷം നിങ്ങൾക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഈ പറഞ്ഞ എക്സാമിനൊക്കെ ശേഷം നിങ്ങൾക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ 50,000 രൂപ അടച്ചിട്ട് നിങ്ങൾ സീറ്റ് ബ്ലോക്ക് ചെയ്യണം. അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 50,000 റീഫണ്ടബിൾ അല്ല, പക്ഷേ അത് ഫീസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. ഫസ്റ്റ് ഇയർ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ മാത്രം 1 വർഷം മാത്രം പഠിക്കാൻ 80,000 രൂപ ഫീസുള്ളൂ. അപ്പോൾ ആ 50,000 കഴിച്ച് 30,000 പിന്നെ കൊടുത്താൽ മതി. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ +1 79,000 കൂടെ കൊടുക്കണം. അങ്ങനെ ഓരോ ഇയറിലും ഫീസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഫീസുകൾ ഇപ്പോൾ ഏത് ഇയർ വരെ നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ മുഴുവൻ പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയും. പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ചായിരിക്കുമല്ലോ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫീസ് നിങ്ങൾക്ക് അടച്ചാൽ മതി. അതിനനുസരിച്ചുള്ള ഇയർ നിങ്ങൾക്ക് പഠിച്ചാൽ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റും ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമുകൾ പഠിച്ചിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ MNCസിലും മൾട്ടിനാഷണൽ കമ്പനീസിലും, കാരണം ഇനി അത് എമേർജിങ് ട്രെൻഡാണ്. കാരണം ഇത്തരത്തിലുള്ള കോഴ്സ് പഠിച്ച ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക. അപ്പോൾ ആ കോഴ്സുകൾ പഠിക്കാൻ നിങ്ങൾ എവിടെ ഇരുന്നും പഠിക്കാൻ പറ്റുന്ന അവസരം, നിങ്ങളുടെ ഏത് ഏജിലും ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന അവസരം, വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും പഠിക്കാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന സുവർണ്ണ അവസരമാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക. കാരണം അത്രയും കോമ്പറ്റീറ്റീവ് ആയുള്ള വേൾഡാണ് നമ്മളുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ആവശ്യമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയില്ല കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.